എല്ലാവർക്കും ഫ്ലിക്സ് അൺകട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. 1990കളിൽ അമേരിക്കയിൽ നടന്ന കൊലപാതക പരമ്പരയ്ക്ക് കാരണക്കാരനായ ഒരു കൊടും കുറ്റവാളിയുടെ യഥാർത്ഥ ജീവിതവും അയാൾ നടത്തിയ കൊലപാതകങ്ങളും അടിസ്ഥാനമാക്കി നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഈ സീരീസ് നമുക്കൊന്ന് നോക്കാം. ഡാമർ മോൺസ്റ്റർ ദ ജെഫ്രി ഡാമർ സ്റ്റോറി 2022 സെപ്റ്റംബർ 21 പുറത്തിറങ്ങിയ ഒരു ടെലിവിഷൻ ആന്തോളജി പരമ്പരയുടെ ഒന്നാം സീസണാണ് ഡാമർ മോൺസ്റ്റർ. നെറ്റ്ഫ്ലിക്സിനായി റയൻ മർഫിയും ഇയാൻ ബ്രണ്ടനും ചേർന്ന് സൃഷ്ടിച്ച ഈ സീരീസ് ഒരു യഥാർത്ഥ സീരിയൽ കില്ലർ ജെഫ്രി ഡാമറിന്റെ അഥവാ ജെഫ് ഡാമറിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമുക്ക് ഈ സീരീസിന്റെ കഥയൊന്ന് നോക്കാം. ജെഫ് ഡാമറിന്റെ ആദ്യകാല ജീവിതവും പിന്നീട് അമേരിക്കയിൽ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലർമാരിൽ ഒരാളായി ജെഫ് ഡാമർ എങ്ങനെ മാറി എന്നതിനെയുമാണ് ഈ സീരീസ് തുറന്നു കാട്ടുന്നത്. 1978നും 91നും ഇടയിൽ വിസ്കോൺസിനിലും ഒഹായോയിലും 17 പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും കൊലപാതകങ്ങൾ ജെഫ് ഡാമർ നടപ്പിലാക്കി. ഈ രണ്ട് സംസ്ഥാനങ്ങളും അമേരിക്കയിലെ മിഡ്വെസ്റ്റ് റീജിയനിൽ ഉൾപ്പെട്ടവയാണ്. ഈ പ്രദേശങ്ങളിൽ ശൈത്യകാലം കഠിനമേറിയതും നീണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ വിഷാദ രോഗങ്ങളും അതുപോലെയുള്ള ചില മാനസിക പ്രശ്നങ്ങളും കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സീരീസിൽ ജെഫ് ഡാമറിന്റെ അമ്മയുടെ വിഷാദ രോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരുടെ ആധിപത്യവും നിയമപാലകരുടെ കറുത്ത വർഗ്ഗക്കാരെ കുറിച്ചുള്ള മുൻവിധിയും ജെഫ് ഡാമർ എന്ന കുറ്റവാളിയെ പോലീസിന്റെ സംശയപരിധിയിൽപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ സഹായിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിസ്സംഗതയും തന്റെ കുറ്റകൃത്യങ്ങൾ സാധ്യമാക്കുന്നതിൽ ജെഫ് ഡാമറിനെ എങ്ങനെ സഹായിച്ചുവെന്നും ഈ പരമ്പര അന്വേഷിക്കുന്നു. ഇനി യഥാർത്ഥ സീരിയൽ കില്ലർ ജെഫ് ഡാമറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ജെഫ്രി ലയണൽ ഡാമർ എന്നാണ് മുഴുവൻ പേര്. 1960ലാണ് ജെഫ് ഡാമറിന്റെ ജനനം. മിൽവാക്കി നരഭോജി അല്ലെങ്കിൽ മിൽവാക്കി മോൺസ്റ്റർ എന്നും ജെഫ് ഡാമർ അറിയപ്പെടുന്നു. ജെഫ് ഡാമർ 17 പേരെ കൊല്ലുകയും ഛിന്നഭിന്നമാക്കുകയും ചെയ്തു. ജെഫ് ഡാമറിന്റെ കുറ്റകൃത്യങ്ങളിൽ നരഭോജനവും ശരീരഭാഗങ്ങളുടെ സ്ഥിരമായ സംരക്ഷണം എന്നിവയും ഉൾപ്പെടുന്നു. ജെഫ് ഡാമർ ചെറുപ്പം മുതലേ മൃഗങ്ങളുടെ അസ്ഥികളോട് അഭിനിവേശം വളർത്തിയെടുക്കുകയും അവയെ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാമെന്ന് പഠിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് പ്രാണികളെയും മൃഗങ്ങളുടെ തലയോട്ടികളും ശേഖരിച്ചു ജാറുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 14 വയസ്സിലാണ് നെക്രോഫീലിയയ്ക്കും കൊലപാതകത്തിനുമുള്ള തന്റെ ആഗ്രഹം ആരംഭിച്ചതെന്ന് ജെഫ് ഡാമർ സമ്മതിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായപ്പോൾ താൻ സ്വർഗാനുരാഗിയാണെന്ന് ജെഫ് ഡാമർ കണ്ടെത്തി. 1978 ബിരുദം നേടി 3 ആഴ്ച കഴിഞ്ഞ് ഡാമർ തന്റെ ആദ്യ കൊലപാതകം നടത്തി. തുടർന്ന് 16 പേരെ കൂടി ജെഫ് ഡാമർ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജെഫ് ഡാമർ തന്റെ ഇരകളുടെ ഫോട്ടോ എടുക്കുകയും അവരുടെ അസ്ഥിഘടനയുടെ ഭാഗങ്ങൾ ബ്ലീച്ച് ലായനികളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. തന്റെ ബാത്ത് ടബിൽ ഇരകളുടെ ശരീരം ഛിന്നഭിന്നമാക്കുമ്പോൾ ഇരകളുടെ അവയവങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടതായി ജെഫ് ഡാമർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ ഇരകളുടെ ഭാഗങ്ങൾ ജിജ്ഞാസ നിമിത്തം താൻ ആദ്യം കഴിച്ചിരുന്നതായും ജെഫ് ഡാമർ സമ്മതിച്ചിട്ടുണ്ട്. ജെഫ് ഡാമർ അതിനെക്കുറിച്ച് പറഞ്ഞത് വിചിത്രമായ രീതിയിൽ ഇരകൾ തന്റെ സ്ഥിരമായ ഒരു ഭാഗമാണെന്ന് തനിക്ക് തോന്നിയെന്നാണ്. ഈ വാക്കുകളിൽ നിന്നും ജെഫ് ഡാമർ എന്ന സീരിയൽ കില്ലർ എത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്ന് മനസ്സിലായി കാണുമല്ലോ. 1991 ജൂലൈ 22 അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ജെഫ് ഡാമറിന്റെ കൊലപാതക പരമ്പര അവസാനിച്ചു. ജെഫ് ഡാമറിന്റെ റെഫ്രിജറേറ്ററിൽ നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളും ഇരകളുടെ പോളറോയിഡ് ഫോട്ടോഗ്രാഫുകളും അയാളുടെ കുപ്രസിദ്ധമായ കൊലപാതക പരമ്പരയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിരവധി പേരുടെ ജീവൻ ജെഫ് ഡാമർ അപഹരിച്ചത് തന്റെ വിസ്കോൺസിനിലുള്ള ഓക്സ്ഫോർഡ് അപ്പാർട്ട്മെന്റിന്റെ 213 നമ്പർ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ്. 49 യൂണിറ്റുകളുള്ള ഓക്സ്ഫോർഡ് അപ്പാർട്ട്മെന്റ്സ് കെട്ടിടം 1992 ജെഫ് ഡാമറിന്റെ അറസ്റ്റിന് ഏകദേശം 15 മാസങ്ങൾക്ക് ശേഷം പൊളിച്ചു കളയുകയാണ് ഉണ്ടായത്. ഇന്ന് ആ സൈറ്റ് വേലിയാൽ ചുറ്റപ്പെട്ട ഒരു ഒഴിഞ്ഞ സ്ഥലമായി തുടരുകയാണ്. ജെഫ് ഡാമറിന്റെ ഭയാനകമായ ചരിത്രത്തിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ ഇപ്പോഴും ചുറ്റുമുണ്ട് എന്ന് അവിടെ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അത് സ്വാഭാവികം മാത്രം. വർഷങ്ങളായി ഈ സൈറ്റിനെ ഒരു പാർക്കാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആരും താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജെഫ് ഡാമർ എന്ന സീരിയൽ കില്ലറിന്റെ മനോനില വിശദമായി ഒന്ന് പരിശോധിക്കാം. അമേരിക്കൻ സൈക്കോളജിയിലും ക്രിമിനൽ നിയമങ്ങളിലും ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് അഥവാ തടുക്കാനാവാത്ത ഉൾപ്രേരണ. കുറ്റകൃത്യങ്ങളിലെ വൈകൃതം കാണുമ്പോൾ ജെഫ് ഡാമറിനും ഇത്തരത്തിലുള്ള ഏതോ ഒരു ഉൾപ്രേരണ ഉണ്ടായിരുന്നിരിക്കാം എന്ന് തോന്നുന്നു. ജെഫ് ഡാമറിന്റെ വിചാരണ 1992 ജനുവരിയിൽ ആരംഭിച്ചു. ജെഫ് ഡാമറിന്റെ ഇരകളിൽ ഭൂരിഭാഗവും കറുത്ത വർഗ്ഗക്കാരായതിനാൽ കാര്യമായ വംശീയ സംഘർഷങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. അതിനാൽ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. പിടിക്കപ്പെട്ടില്ലെങ്കിൽ കൊല്ലുന്നത് തുടരാനാണ് താൻ പൂർണ്ണമായും ഉദ്ദേശിച്ചിരുന്നത് എന്ന് ജെഫ് കോടതിയിൽ മൊഴി നൽകി. ഇത് അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ജെഫ് ഡാമറിന് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും സൈക്കോട്ടിക് ഡിസോർഡറും ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എങ്കിലും തന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് പൂർണ്ണമായും അറിയാമായിരുന്നുവെന്ന് കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജെഫ് ഡാമറിനെ നീണ്ടകാലത്തേക്ക് ജീവപര്യന്തത്തിന് കോടതി ശിക്ഷിച്ചു. 1994 നവംബർ 28 വിസ്കോൺസിനിലെ പോർട്ടേജിലുള്ള കൊളംബിയ കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സഹതടവുകാരനായിരുന്ന ക്രിസ്റ്റഫർ കാർവാർ ഡാമറിനെ കൊലപ്പെടുത്തുകയും അങ്ങനെ ജെഫ് ഡാമർ യുഗം അവസാനിക്കുകയും ചെയ്തു.
ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ ജെഫ് ഡാമർ സീരീസിൽ അഭിനയിച്ചവരെ നോക്കാം. ജെഫ് ഡാമറായി വേഷമിട്ടിരിക്കുന്നത് ഇവാൻ പീറ്റേഴ്സ് ആണ്. ഡാമറിന്റെ അച്ഛൻ ലയണലായി അഭിനയിച്ചിരിക്കുന്നത് റിച്ചാർഡ് ജെങ്കിൻസ് ആണ്. അതുപോലെ സംശയാലുവായ അയൽക്കാരിയായി വേഷമിട്ടിരിക്കുന്നത് നീസി നാഷ് ആണ്. ഡാമർ സീരീസിന് സമ്മിശ്ര അവലോകനങ്ങൾ ലഭിച്ചു. ഈ സീരീസ് വാണിജ്യപരമായി വലിയ വിജയം തന്നെയായിരുന്നു. ഈ സീരീസിനെ കുറിച്ചുള്ള വാർത്തകളും അവലോകനങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളിൽ തുടരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ 1-ാം സ്ഥാനത്തെത്തി. 28 ദിവസങ്ങൾക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സിന്റെ എക്കാലത്തെയും ഏറ്റവും അധികം ആളുകൾ കണ്ട രണ്ടാമത്തെ ഇംഗ്ലീഷ് ഭാഷാ പരമ്പരയായി ഇത് മാറി. 60 ദിവസത്തിനുള്ളിൽ 1 ബില്യൺ മണിക്കൂറുകൾ വീക്ഷിച്ച 3-ാമത്തെ നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയി ജെഫ് ഡാമർ സീരീസ് മാറി. സീരീസ് റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ നീൽസൺ ടോപ്പ് 10 സ്ട്രീമിംഗ് ചാർട്ടിൽ ഡാമർ സീരീസ് 1-ാം സ്ഥാനത്തെത്തി. 2-ാം ആഴ്ചയിൽ നീൽസൺ ഓൾ ടൈം ലിസ്റ്റിൽ 7-ാം സ്ഥാനത്തെത്തി. 80ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകളിൽ ഈ സീരീസിന് 4 നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച നടനായി ഇവാൻ പീറ്റേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജെഫ് ഡാമറിന്റെ ഈ സീരീസ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. നെറ്റ്ഫ്ലിക്സിലും ചില ഓൺലൈൻ ഫ്രീ സ്ട്രീമിംഗ് വെബ്സൈറ്റുകളിലും ഈ സീരീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെ ഈ സീരീസ് കണ്ടിട്ടില്ല എങ്കിൽ കണ്ടിട്ട് അഭിപ്രായം കമന്റ്സായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.